അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്റർ, ഹിസ്റ്ററിയിലെ സെക്കൻഡ് ചാപ്റ്റർ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ചാപ്റ്ററാണ്. ഫസ്റ്റ് ചാപ്റ്റർ ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് തന്നെ ജസ്റ്റ് ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ചൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതിലിവർ പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയെക്കുറിച്ചിട്ടാണ്. അപ്പോൾ 1759 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയെക്കുറിച്ചിട്ടാണ് ഈ ഒരു സംഭവം പറയുന്നത്. അപ്പോൾ 1789 ജൂൺ 20 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന കാര്യം എന്ത് ചെയ്യുക, പഠിച്ച് വെക്കുക. ഇനി നെക്സ്റ്റ്, ഫ്രാൻസിലെ സ്വേച്ഛാധിപത്യ ഭരണക്രമം. ഫ്രാൻസിൽ നിലനിന്നിരുന്ന സ്വേച്ഛാധിപത്യ രാഷ്ട്രീയ വ്യവസ്ഥയ്ക്കെതിരായിരുന്നു ഒരു ജനമുന്നേറ്റം ഉയർന്നു വന്നത്. പതിറ്റാണ്ടുകളായി ഫ്രാൻസ് ഭരിച്ചിരുന്നത് ബൂർബൺ രാജവംശമായിരുന്നു. നമുക്ക് ആവശ്യമുള്ളതാണ്. ഫ്രാൻസ് ഭരിച്ചിരുന്നത് ബൂർബൺ രാജവംശമായിരുന്നു. എക്സാമിന് ഒന്ന് രണ്ട് പ്രാവശ്യം ചോദിച്ചതാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സമയത്ത് ഫ്രാൻസ് ഭരിച്ചിരുന്നത് ഏത് രാജവംശമായിരുന്നു എന്നുള്ളത്. ബൂർബൺ രാജവംശമായിരുന്നു ഫ്രാൻസ് ഭരിച്ചിരുന്നത്. അവർ രാജാധികാരം ദൈവദത്തമാണ് എന്നായിരുന്നു വിശ്വസിച്ചിരുന്നത്. അതായത് രാജാവിന് അധികാരം ദൈവം കൊടുക്കുന്നതാണ് എന്ന്, അതായത് രാജാവ് ദൈവത്തിന് തുല്യമാണ് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ ഇതൊരു ഡിഗ്രി ലെവൽ എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. രാജാധികാരം ദൈവദത്ത സിദ്ധാന്തമാണ് എന്നുള്ളത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഏത് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ നമ്മുടെ ഫ്രഞ്ച് വിപ്ലവം അതുപോലെ റഷ്യൻ വിപ്ലവം ഒക്കെ ഈ ഒരു രാജാധികാരം ദൈവദത്തമാണ് എന്നുള്ളൊരു സിദ്ധാന്തം അനുസരിച്ച് തന്നെയാണ്. അപ്പോൾ ഇവിടെ പഠിക്കുക, ഫ്രാൻസിലെ രാജാക്കന്മാർ എന്താണ്, രാജാധികാരം ദൈവദത്തമാണ് എന്നാണ് വിശ്വസിച്ചിരുന്നത് എന്ന്. ഇനി 1614 അവസാനമായിട്ട് പാർലമെൻറ്റ് വിളിച്ചു ചേർത്തത് 1614 അതിനുശേഷം അവിടെ എസ്റ്റേറ്റ് ജനറൽ എന്നാണ് അവിടുത്തെ പാർലമെൻറ്റ് പറയുക. അവിടെ പാർലമെൻറ്റ് ഇരുത്തിയിട്ടുണ്ടായിരുന്നില്ല, വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി അടുത്തതും പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞ ഫ്രഞ്ച് ഭരണാധികാരി ആരാണ്? ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചത് ലൂയി 14 ലൂയി 14 ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചത്. അപ്പോൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞു? ഫ്രാൻസിലെ ബൂർബൺ രാജവംശമാണ് ഭരിച്ചിരുന്നത്. രാജാധികാരം ദൈവദത്തമാണ് എന്നവർ വിശ്വസിച്ചിരുന്നു. 1614 അവസാനമായിട്ട് പാർലമെൻറ്റ് വിളിച്ചു ചേർത്തിരുന്നത്. ലൂയി 14 ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചത്. ഇനി ദൈവദത്താധികാര സിദ്ധാന്തം എന്താണെന്ന് പറയുന്നത്. ദൈവദത്താധികാര സിദ്ധാന്തം അനുസരിച്ച് രാജാവ് എന്താണ്, ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. രാജാക്കന്മാർക്ക് അവരുടെ അംഗീകാരം ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണ്. അതിനാൽ അവർ ജനങ്ങളോടല്ല ദൈവത്തോടാണ് കടപ്പെട്ടിരിക്കുന്നത്. സ്വേച്ഛാധിപത്യത്തെ പിന്തുണക്കുന്നവർ ഈ സിദ്ധാന്തത്തിൽ വിശ്വസിച്ചിരുന്നു. ഇനി ലൂയി 14 തുടർന്ന് അധികാരത്തിൽ വന്നതാണ് ലൂയി 15. 14 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലൂയി 15. അയാളുടെ കാലത്ത് അഴിമതിയും ധൂർത്തും തുടർച്ചയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് എന്തായിരുന്നു, രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ മോശമായി ബാധിക്കുകയും പണം കണ്ടെത്താൻ അദ്ദേഹം ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്തു. നെക്സ്റ്റ് വരുന്നത് ലൂയി 16 പിന്നീട് അധികാരത്തിൽ വന്നത്. ലൂയി 16. അപ്പോൾ ലൂയി 16 കാലത്താണ് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. ലൂയി 16 കാലത്താണ് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. ഈ ലൂയി 16 നമ്മുടെ ഭരണത്തിലൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. അതായത് അയാൾ വിശ്വസ്തരായ മന്ത്രിമാരുടെ കൈകളിൽ രാജ്യം ഭദ്രമാണ് എന്നാണ് അയാൾ വിശ്വസിച്ചിരുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ രാജ്ഞിയായിരുന്നു മേരി അന്റോണിറ്റ്. കേട്ടിട്ടില്ലേ മേരി അന്റോണിറ്റ്? നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്ത് കേക്ക് തിന്നുകൂടെ എന്നൊക്കെ പറഞ്ഞ ഒരു കോട്ടങ്ങൾ കേട്ടിട്ടുണ്ടാവും, മേരി അന്റോണിറ്റ്. അപ്പോൾ റൊട്ടിക്കാണോ കേക്കിനാണോ വില കൂടുതൽ എന്ന് പോലും അറിയില്ലായിരുന്നു. അപ്പോൾ ഈ ലൂയി 16 ഭാര്യയായിരുന്നു മേരി അന്റോണിറ്റ് എന്ന് പറയുന്നത്. അവർ ഈ ഭരണകാര്യങ്ങളിൽ ഇടപെട്ടിരുന്നു. പിന്നെ രാജ്ഞിയുടെ ധാരാളിത്തം, ധൂർത്ത് ഇതൊക്കെ രാജാവ് കണ്ടില്ലെന്ന് നടിച്ചു. ഇതൊക്കെ ജനങ്ങളിൽ അസംതൃപ്തി ഉളവാക്കി. അപ്പോൾ ഇപ്പോൾ എന്താ പറഞ്ഞത്? ലൂയി 14 ശേഷം ലൂയി 15 വന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് അഴിമതിയും ധൂർത്തുമായിരുന്നു. അതിനുശേഷം ലൂയി 16 ഭാര്യ മേരി അന്റോണിറ്റ്. ലൂയി 16 കാലത്താണ് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. നമുക്ക് ഇത്രേ ആവശ്യമുള്ളൂ. ഇനി ഇത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കോട്ടാണ്. ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്. പ്രഭുക്കൾ യുദ്ധം ചെയ്യുന്നു, പുരോഹിതർ പ്രാർത്ഥിക്കുന്നു, സാധാരണക്കാർ നികുതി കൊടുക്കുന്നു എന്നുള്ളത്. ഇനി ഇത് ഫ്രാൻസിലെ സാധാരണക്കാരുടെ ഇടയിൽ നിലനിന്നിരുന്ന ഒരു ചൊല്ലായിരുന്നു. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതായത് 18ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായി, അതായത് എസ്റ്റേറ്റുകളായി വിഭജിച്ചിരുന്നു. ആരൊക്കെയായിരുന്നു? പുരോഹിതർ 1ാമത്തെ എസ്റ്റേറ്റിൽ, പ്രഭുക്കർ 2ാമത്തെ എസ്റ്റേറ്റിൽ, സാധാരണക്കാർ 3ാമത്തെ എസ്റ്റേറ്റിൽ. അപ്പോൾ
സമൂഹത്തെ മൂന്നായി വിഭജിച്ചിരുന്നു. ഒന്നാമത് പുരോഹിതർ, രണ്ടാമത്തെ സ്റ്റേറ്റിൽ പ്രഭുക്കന്മാർ, മൂന്നാമത്തെ സ്റ്റേറ്റിൽ സാധാരണക്കാർ. ഇനി ഒന്നാമത്തെ സ്റ്റേറ്റിലെ പുരോഹിതരെ കുറിച്ചിട്ടാണ് ആദ്യം അറിയാൻ പോകുന്നത്. പുരോഹിതരാണ് ഒന്നാമത്തെ സ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത്. അവരെന്തായിരുന്നു? അവർ പ്രബലരായിരുന്നു, സമ്പന്നരായിരുന്നു. ഇനി അവിടെ ഉണ്ടായിരുന്ന വലിയൊരു വിഭാഗം ഭൂമിയും ഈ പുരോഹിതരുടെ കീഴിലാണ് ഉണ്ടായിരുന്നത്. ഈ പുരോഹിതരെ എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. അവർ സാധാരണ കർഷകരിൽ നിന്നും തെയ്ത് എന്ന പേരിലുള്ള ഒരു നികുതി പിരിച്ചിരുന്നു. ഈ നികുതി എന്ന് പറയുന്നത് വിളവിൻ്റെ 10%. അപ്പോൾ എന്തൊക്കെയാണ് പുരോഹിതരെ കുറിച്ച് പറയുന്നത്? അവർ പ്രബലരായിരുന്നു, സമ്പന്നരായിരുന്നു, ഭൂസ്വത്തിൻ്റെ വലിയൊരു ഭാഗവും അവരുടെ ഉടമസ്ഥതയിലാണ് ഉണ്ടായിരുന്നത്. അവരെല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. ഇനി സാധാരണക്കാരെ പുരോഹിതർക്കൊരു നികുതി കൊടുക്കണമായിരുന്നു. സാധാരണ കർഷകരെ, എന്താണ് അതിൻ്റെ പേര്? തെയ്ത് എന്നാണ് അതിൻ്റെ പേര്. വിളവിൻ്റെ 10% നികുതി. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റിലാണ് പ്രഭുക്കന്മാർ വരുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റിൽ പ്രഭുക്കന്മാരാണ് വരുന്നത്. ഇവരും ഭരണരംഗത്ത് ഉയർന്ന സ്ഥാനങ്ങളും സൈന്യത്തിൽ ഉയർന്ന പദവിയും ഉള്ള ആളുകളായിരുന്നു. ഭൂ ഉടമകളായിരുന്നു. ആഡംബര ജീവിതം നയിച്ചിരുന്നു. ഇനിയോ 1749 നിയമം അനുസരിച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും തങ്ങളുടെ വരുമാനത്തിൻ്റെ 1/20 ഭാഗം, അത് പഠിച്ചു വെച്ചോളൂ കേട്ടോ, 1/20 ഭാഗം നികുതിയായി കൊടുക്കണമായിരുന്നു. അതായത് പ്രഭുക്കന്മാരും കൊടുക്കണം, പുരോഹിതന്മാരും കൊടുക്കണം, സാധാരണക്കാരും കൊടുക്കണം, 3 എസ്റ്റേറ്റുകാരും കൊടുക്കണം. ഈ നികുതിയെ വോങ്തിയം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ നമ്മുടെ പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഒക്കെ ചെറിയൊരു തുക മാത്രം നൽകിയിട്ട് ഈ നികുതിയിൽ നിന്നും ഒഴിവായിരുന്നു. കാരണം ഇവർ രാജാവുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളുകളായിരുന്നല്ലോ. ഇനി തങ്ങളുടെ അവകാശങ്ങൾ നിലനിർത്തുന്നതിനായി രാജവാഴ്ചയെ എതിർക്കുന്നതിന് പുരോഹിതനും പ്രഭുക്കന്മാരും ഒരിക്കലും മടി കാണിച്ചിരുന്നില്ല. അതായത് പുരോഹിതന്മാർക്കും പ്രഭുക്കന്മാർക്കും അത്യാവശ്യം രാജാവിനേക്കാൾ വലിയ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ആ ഒരു കാലത്ത് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ഇത് ഒരു നികുതിയുടെ ഒരു കൂട്ടമാണ് ഇത് അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത് ഓരോന്നായിട്ട് വായിച്ചു വെച്ചോളൂ. പ്രഭുക്കൾ സാധാരണക്കാരായ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതിൻ്റെ വിവിധ രീതികൾ. അതായത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പ്രഭുക്കന്മാർക്ക് കൊടുക്കേണ്ടിയിരുന്ന നികുതികളാണിത്. ഫസ്റ്റ് കോവി എന്ന് വെച്ചാൽ എന്താണ്? വർഷത്തിൽ 3-4 ദിവസം സാധാരണക്കാരെ കൊണ്ട് പ്രതിഫലം നൽകാതെ ജോലി ചെയ്യിപ്പിക്കുന്നതിന് അവകാശം. അതായത് നമ്മൾ ഉഴിയം വില എന്നൊക്കെ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിക്കുന്നുണ്ടല്ലോ, ആ സംഭവം കോവി. ഒരു വർഷത്തിൽ 3-4 ദിവസം സാധാരണക്കാരെ കൊണ്ട് പ്രതിഫലം നൽകാതെ ജോലി ചെയ്യിപ്പിക്കുന്നതിനുള്ള അവകാശം. ഇനി ബെനാലിറ്റി എന്ന് വെച്ചാൽ എന്താ? വീഞ്ഞ് നിർമ്മാണത്തിലെ കുത്തക വഴി ലഭിക്കുന്ന അധിക നികുതിയും മുന്തിരിച്ചാർ, റൊട്ടി തുടങ്ങിയവയുടെ നിർമ്മാണത്തിനായി ജന്മിയുടെ ഉടമസ്ഥതയിലുള്ള സൗകര്യങ്ങൾ നിർബന്ധമായും ഉപയോഗിക്കേണ്ടി വരുന്നതിൻ്റെ വാടകയും ഇതിൽ ഉൾപ്പെടുന്നു. എന്താ ഉദ്ദേശിക്കണേ? അതായത് വീഞ്ഞ് നിർമ്മിക്കാൻ, റൊട്ടി നിർമ്മിക്കാൻ, മുന്തിരിച്ചാറ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യണം? പ്രഭുക്കന്മാരുടെ ഉടമസ്ഥതയിലുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കണം. അവരുടെ മില്ല്, അവരുടെ സംഭവങ്ങൾ ഉപയോഗിക്കണം. അത് നിർബന്ധമാണ്. അത് എന്താ, സാധാരണക്കാരുടെ കയ്യിൽ ഇതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടെങ്കിലും അവർ പ്രഭുക്കന്മാരുടെ തന്നെ ഉപയോഗിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതിൻ്റെ പുറത്ത് അത് ഉപയോഗിക്കുന്നതിന് ഒരു നിശ്ചിത ഫീസ് നൽകണം. അതിനെയാണ് ബെനാലിറ്റി എന്നറിയപ്പെടുന്നത്. ഇനി ബൻവിൻ എന്ന് വെച്ചാൽ എന്താ? തങ്ങളുടെ പ്രദേശത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് വീഞ്ഞിന് മേലുള്ള കുത്തക നികുതി. 2 പിയോഷ് എന്ന് വെച്ചാൽ പാലങ്ങൾ, റോഡുകൾ എന്നിവയുടെ മേലുള്ള ചുങ്കം. ടെറാഷ് എന്ന് പറഞ്ഞാൽ വിളവെടുപ്പ് കാലത്ത് കർഷകരിൽ നിന്നും പിരിക്കുന്ന പ്രത്യേക കരം. അപ്പോൾ കോവി എന്ന് വെച്ചാൽ നിർബന്ധിത വേല. ബെനാലിറ്റി എന്ന് വെച്ചാൽ മുന്തിരിച്ചാർ, റൊട്ടി ഇതൊക്കെ നിർമ്മിക്കുന്നതിന് ജന്മിമാരുടെ ഉടമസ്ഥയിലെ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വാടക. ബെൻവിൻ എന്ന് വെച്ചാൽ ജന്മിമാരുടെ പ്രദേശത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വീഞ്ഞിന് മേലുള്ള കുത്തക നികുതി. പിയേഷ് എന്ന് വെച്ചാൽ പാലങ്ങൾ, റോഡുകൾ എന്നിവയുടെ മേലുള്ള ചുങ്കം. ടെറാഷ് എന്ന് വെച്ചാൽ വിളവെടുപ്പ് കാലത്ത് കർഷകരിൽ നിന്നും പിരിക്കുന്ന പ്രത്യേക കരം. ഇനി 18-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ജീവിച്ചിരുന്ന സാധാരണക്കാരൻ്റെ അവസ്ഥയാണ് മുകളിൽ നൽകിയിട്ടുള്ള ചിത്രത്തിലൂടെ വ്യക്തമാകുന്നത്. നമുക്ക് ആവശ്യമില്ല. മധ്യവർഗവും തൊഴിലാളികളും കർഷകരും അടങ്ങുന്നതായിരുന്നു ഫ്രാൻസിലെ 3ാമത്തെ സ്റ്റേറ്റ്. നോക്കൂട്ടോ, അതായത് മധ്യവർഗം, തൊഴിലാളികൾ, കർഷകർ, ഇവർ 3 പേരും അടങ്ങുന്നതായിരുന്നു 3ാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇവർ കോമൺസ് അഥവാ സാധാരണക്കാരെന്നാണ് അറിയപ്പെട്ടിരുന്നത്. ജനസംഖ്യയുടെ ഭൂരിഭാഗവും 3ാമത്തെ എസ്റ്റേറ്റാണ് ഉണ്ടായിരുന്നത്.
ഇവിടെയുള്ള ഈ മൂന്നാമത്തെ സ്റ്റേറ്റിലെ ഭൂരിഭാഗം ജനങ്ങളും ദാരിദ്ര്യത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വിളവിൻ്റെ ഒരംശം മാത്രമാണ് കർഷകന് ലഭിച്ചിരുന്നത്. ഇവർ രാജാവിനും പള്ളിക്കും പ്രഭുവിനും വ്യത്യസ്തമായ നികുതികൾ നൽകാൻ ബാധ്യസ്ഥരായിരുന്നു. അതിനോടൊപ്പം പ്രതിഫലമില്ലാതെ അനേകം നിർബന്ധിത സേവനങ്ങളും ഇവർ ചെയ്യേണ്ടിയിരുന്ന നിർബന്ധിത സേവനങ്ങളാണ് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ സൈനിക സേവനം നടത്തുക, പൊതുനിരത്തുകൾ, ജലമാർഗ്ഗങ്ങൾ, പാലങ്ങൾ തുടങ്ങിയവയുടെ മരാമത്ത് പണികൾക്ക് സൗജന്യ സേവനം നൽകുക. ഇതൊക്കെ സാധാരണക്കാർ നിർബന്ധമായും ചെയ്യേണ്ട ഒരു ജോലികളായിരുന്നു. നിർബന്ധമായും അവരത് ചെയ്തിരിക്കണം എന്നുള്ളത്. ഇനി 18-ാം നൂറ്റാണ്ടിലാണ് ഫ്രഞ്ച് സമൂഹത്തിൽ ഒരു മധ്യവർഗം ഉയർന്നു വന്നു. ഫ്രാൻസിൻ്റെ കാർഷിക വ്യാവസായിക രംഗത്ത് ഇക്കാലത്തുണ്ടായ പുരോഗതി മധ്യവർഗത്തിൻ്റെ ഉദയത്തിന് കാരണമായി. കാർഷിക വ്യാവസായിക രംഗത്തുണ്ടായ വളർച്ചയോടെ പുതിയ നഗരങ്ങൾ ഉയർന്നു വന്നു. നഗരങ്ങളിലെ തൊഴിൽ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയവർ സാമ്പത്തിക പുരോഗതി കൈവരിക്കുകയും മധ്യവർഗത്തിൻ്റെ ഭാഗമാവുകയും ചെയ്തു. ആഭ്യന്തര വാണിജ്യവും കോളനിയുമായുള്ള കച്ചവടവും ഫ്രാൻസിലെ വ്യവസായികളെ സമ്പന്നരാക്കി. പ്രധാന തുറമുഖങ്ങളും പട്ടണങ്ങളും ഈ സമ്പന്നരുടെ നിയന്ത്രണത്തിലായിരുന്നു. ഇവരും മധ്യവർഗത്തിൻ്റെ ഭാഗമായിരുന്നു. ഇങ്ങനെ രൂപപ്പെട്ട മധ്യവർഗത്തിൽ ഡോക്ടർമാർ, ആരൊക്കെയുള്ളത്? ഡോക്ടർമാർ, നിയമജ്ഞർ, ബാങ്കർമാർ ഇവരും ഉൾപ്പെട്ടിരുന്നു. ഈ മധ്യവർഗവും സാധാരണക്കാരെ പോലെ ഭരണകൂടത്തിനും പ്രഭുക്കൾക്കും നികുതി നൽകണമായിരുന്നു. വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും മുൻപന്തിയിലെത്തിയിട്ടും ഭരണത്തിലും സൈന്യത്തിലും ഇവർക്ക് അർഹിക്കുന്ന പദവിയോ അധികാരമോ ലഭിച്ചിരുന്നില്ല. ചുരുക്കത്തിൽ കടുത്ത അസംതൃപ്തിയോടെയാണ് മധ്യവർഗം കഴിഞ്ഞിരുന്നത്. ഈ മധ്യവർഗം എന്ന് വെച്ചാൽ ഡോക്ടർമാർ, നിയമജ്ഞർ, എഞ്ചിനീയർമാർ, പിന്നെ അതുപോലെ നല്ല സമ്പന്നരായ വ്യാപാരം നടത്തുന്ന കച്ചവടക്കാർ, ഇവരൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇവർ ആക്ച്വലി സമ്പന്നരായിരുന്നു. പക്ഷേ ഇവർ ഈ മൂന്നാമത്തെ സ്റ്റേറ്റിലാണ് ഉൾപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ കുറേ നികുതി കൊടുക്കണം. ഇവർക്ക് ഭരണത്തിലൊന്നും കാര്യമായ ഒരു പരിഗണനയൊന്നും ലഭിച്ചിരുന്നില്ല. ഈ അസംതൃപ്തരായ മധ്യവർഗത്തിൻ്റെ ഈ ഒരു ഇതിൽ നിന്നാണ് ഈ ഫ്രഞ്ച് വിപ്ലവം തന്നെ ഉണ്ടാകുന്നത്. ഇനി ഗ്യാബൽ എന്ന് പറയുന്നത് ഒരു തരം നികുതിയാണ്. 13-ാം നൂറ്റാണ്ട് മുതൽ എല്ലാ ഉൽപ്പന്നങ്ങളുടെ മേലും ചുമത്തിയിരുന്നു. 15-ാം നൂറ്റാണ്ട് മുതൽ ഉപ്പിന് മാത്രമായി മാറിയൊരു നികുതിയാണ് ഗ്യാബൽ എന്ന് പറയുന്ന നികുതി. ഇനി വിൽ ഡൂറൻ്റ് ആൻഡ് ഏരിയൽ ഡൂറൻ്റ്, ഇവർ രണ്ടുപേരും പ്രശസ്തമായ ചരിത്രകാരന്മാരായിരുന്നു. ഇവരെന്താ പറയുന്നത്? അസംതൃപ്തരായ കർഷക വർഗത്തെ ആയുധമാക്കിക്കൊണ്ട് പൗരോഹിതരും പ്രഭുത്വത്തെയും തകിടം മറിക്കുകയും അസ്വസ്ഥരായ നഗരവാസികളെ കൊണ്ട് രാജകീയ സേവനങ്ങളെ നിർവീര്യമാക്കുകയും ചെയ്ത ബൂർഷ്വാസിയുടെ പ്രവർത്തനമായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സത്ത. അതായത് മധ്യവർഗത്തെയാണ് ബൂർഷ്വാസി എന്നറിയപ്പെടുന്നത്. ഇവരിലൂടെയാണ് ഫ്രഞ്ച് വിപ്ലവം ഉയർന്നു വന്നത് എന്നാണ് പറയുന്നത്. ഇനി സാമ്പത്തിക പ്രതിസന്ധി. നമ്മൾ പറഞ്ഞു ലൂയി 15-ാമിൻ്റെ കാലത്തും ലൂയി 16-ാമിൻ്റെ കാലത്തുമൊക്കെ ഫ്രാൻസ് സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. 1970-കളിൽ സാമ്പത്തിക പ്രതിസന്ധി. 1770-കളിൽ ഫ്രാൻസിലെ കാർഷിക രംഗം കടുത്ത പ്രതിസന്ധി നേരിട്ടു. ഉൽപ്പാദനത്തിലെ കുറവായിരുന്നു ഇതിന് കാരണം. ഇത് ധാന്യങ്ങളുടെയും റൊട്ടിയുടെയും വില വർധനവിന് കാരണമായി. 1730-1789 ഇടയിലുള്ള കാലത്ത് ധാന്യങ്ങളുടെ വിലയിൽ 60% വർധനവുണ്ടായി. ഇതൊന്നും ആവശ്യമില്ലാട്ടിലും തൊഴിലാളികളുടെ കൂലിയിലെ വർധനവ് 22% മാത്രമായിരുന്നു. ആവശ്യമില്ലെങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് വായിക്കുക. നമുക്കിപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്കിത് വായിച്ചൊരു ഓർമ്മ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. തീറ്റപ്പുല്ലിനുണ്ടായ കടുത്ത ക്ഷാമം കന്നുകാലി സമ്പത്തിൽ വലിയ കുറവുണ്ടാക്കി. ജനസംഖ്യയുടെ 1/3 ഈ പ്രശ്നം പ്രതികൂലമായി ബാധിച്ചു. ബ്രിട്ടനുമായി ഫ്രാൻസ് ഒപ്പുവെച്ച കച്ചവട കരാർ പ്രകാരം ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളിന്മേലുള്ള ഇറക്കുമതി തീരുവയിൽ വലിയ കുറവുണ്ടായി. ഇതോടെ ഫ്രഞ്ച് വിപണിയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വന്നു നിറയുകയും ഫ്രാൻസിലെ കരകൗശല തൊഴിലാളികൾ തൊഴിൽ രഹിതരാവുകയും ചെയ്തു. ഇങ്ങനെ അസംതൃപ്തരായ കർഷകരും കരകൗശല തൊഴിലാളികളും മറ്റ് കൈത്തൊഴിലാളികളെയും ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങി. ഫ്രാൻസിൻ്റെ സാമ്പത്തിക പരാധീനം മറികടക്കുന്നതിനായി ബാങ്കർമാരിൽ നിന്നും വൻതുകകൾ ലൂയി 16-ാമൻ വായ്പയായി സ്വീകരിച്ചിരുന്നു. സർക്കാർ ഈ വായ്പകൾക്ക് പകരമായി ബോണ്ടുകൾ നൽകിയിരുന്നു. ഫ്രഞ്ച് സർക്കാരിൻ്റെ ഖജനാവ് ശൂന്യമായത് ബാങ്കർമാരെ വായ്പ നൽകുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചു. രാജ്യത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും നികുതി ഭാരം ഒരേപോലെ ആയിരിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. നികുതി ചുമത്തുന്നതിൽ നിലനിന്നിരുന്ന അസമത്വമായിരുന്നു ബാങ്കർമാർ അടങ്ങുന്ന മധ്യവർഗം ഫ്രഞ്ച് ഭരണകൂടത്തിനെതിരെ തിരിയാനുള്ള കാരണം. അതായത് ലൂയി 16-ാമൻ ഇഷ്ടംപോലെ പൈസ കടം വാങ്ങിയിരുന്നു ബാങ്കർമാരുടെ കയ്യിൽ നിന്ന്. പക്ഷേ ഈ ബാങ്കർമാർ മധ്യവർഗത്തിൽ പെടുന്ന ആളുകളാണ്, അതായത് മൂന്നാമത്തെ സ്റ്റേറ്റിൽ പെടുന്ന ആളുകളായിരുന്നല്ലോ. അപ്പോൾ ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായപ്പോൾ ബാങ്കർമാർ പിന്നെ കടം കൊടുക്കാനും തയ്യാറാവാതെ വന്നു. പിന്നെ അതുമാത്രമല്ല, ഈ നികുതിയുടെ ഭാരം മുഴുവനും മൂന്നാമത്തെ സ്റ്റേജിലാണല്ലോ ഉണ്ടായിരുന്നത്. അതെല്ലാവർക്കും ഒരുപോലെ
ആയിരിക്കണമെന്നും കൂടി ഈ മധ്യവർഗമായ ബാങ്കർമാർക്ക് അഭിപ്രായമുണ്ടായിരുന്നു. അങ്ങനെ ഇവർ പിന്നീട് കടം കൊടുക്കാതെയായി. ഇനി ഫ്രഞ്ച് വിപ്ലവത്തിലെ ചിന്തകന്മാരുടെ സ്വാധീനം വളരെ കൂടുതലായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ, ഡിഗ്രി ലെവലാണെന്നാണ് എൻ്റെ ഓർമ്മ, ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഫ്രഞ്ച് വിപ്ലവം ഉണ്ടായത് ചിന്തകന്മാരുടെ സ്വാധീനം കൊണ്ട് മാത്രമാണ്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ തെറ്റാണ്. അതായത് ചിന്തകന്മാരുടെ സ്വാധീനം കൊണ്ട് മാത്രമല്ല ഫ്രഞ്ച് വിപ്ലവം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ടാണ് ആ സമയത്ത് PSC ആൻസർ കീഴിൽ കൊടുത്തത്. ചിന്തകന്മാരുടെ സ്വാധീനം കാരണമായിരുന്നു, പക്ഷേ ചിന്തകന്മാരുടെ സ്വാധീനം മാത്രമല്ല കാരണം. ഇനി ഫ്രാൻസിലുണ്ടായിരുന്ന ചിന്തകന്മാരാരൊക്കെയായിരുന്നു? വോൾട്ടയർ, റൂസോ, മൊണ്ടസ്ക്യൂ ഇവരൊക്കെയായിരുന്നു മെയിനായിട്ടുള്ള ചിന്തകന്മാരെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ട് നോക്കാം. ആദ്യം വോൾട്ടയർ എന്ന് വെച്ചാൽ തത്വചിന്തകന്മാരും ചരിത്രകാരന്മാരും ആക്ഷേപഹാസ്യമായിരുന്നു, മനുഷ്യസ്നേഹിയായിരുന്നു വോൾട്ടയർ. അദ്ദേഹം ഒരു ദൈവനിഷേധി ആയിരുന്നില്ല. തൻ്റെ ലേഖനങ്ങളിലൂടെ പുരോഹിതരെ നിരന്തരം വിമർശിച്ചിരുന്നു. തൻ്റെ നിലപാടുകളും രചനകളും മൂലം അദ്ദേഹം ഫ്രാൻസിൽ നിന്നും പുറത്താക്കപ്പെട്ടു. ഇനി റൂസോനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. വിദ്യാഭ്യാസ ചിന്തകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ് സാമൂഹ്യ ഉടമ്പടി. വ്യക്തിയും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. ജനങ്ങൾ തങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി ഒരു കരാർ പ്രകാരം രാജാവിനെ സൃഷ്ടിച്ചു. ഉത്തരവാദിത്തങ്ങൾ രാജാവ് ലംഘിച്ചിരുന്നു, അതിനാൽ രാജാവിന് ഭരിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇനി നല്ല നിയമം നല്ല പൗരന്മാരെ സൃഷ്ടിക്കുന്നു എന്ന് അദ്ദേഹം വാദിച്ചു. റൂസോ നിലവിലുള്ള അധികാരഘടനയെ എതിർത്തു. റൂസോയുടെ ആശയങ്ങൾ പ്രകൃതിവാദത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ അവൻ എല്ലായിടത്തും ചെങ്ങലയിലാണ് എന്നതായിരുന്നു റൂസോയുടെ അഭിപ്രായം. റൂസോയുടെ കൃതികൾക്ക് ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രചോദനമായി. റൂസോയിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത്? സോഷ്യൽ കോൺട്രാക്ട് അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. ഇനി ജനങ്ങൾ തങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി ഒരു കരാർ പ്രകാരം രാജാവിനെ സൃഷ്ടിച്ചു. ഉത്തരവാദിത്തങ്ങൾ രാജാവ് ലംഘിച്ചിരുന്നു, അതിനാൽ രാജാവിനെ ഭരിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. നല്ല നിയമം നല്ല പൗരന്മാരെ സൃഷ്ടിക്കുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. ഇനി മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ അവൻ എല്ലായിടത്തും ചെങ്ങലയിലാണ് എന്നുള്ളതും റൂസോയുടെ വാക്കുകളാണ്. ഇനി നെക്സ്റ്റ് മൊണ്ടസ്ക്യൂ ക്രൈസ്തവ സഭയുടെ ദൂഷ്യവശങ്ങളെയും രാഷ്ട്രത്തിൻ്റെ സ്വേച്ഛാധിപത്യത്തെയും വിമർശിച്ചു. നിയന്ത്രിത രാജവാഴ്ചയെ അനുകൂലിച്ച അദ്ദേഹം വ്യക്തികളുടെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതായി ഗവൺമെൻറ്റിൻ്റെ അധികാരത്തെ നിയമനിർമ്മാണം, ഭരണനിർവഹണം, നീതിന്യായം, ഇത് ഒരുപാട് പ്രശ്നം ചോദിച്ചതാണ്. നിയമനിർമ്മാണം, ഭരണനിർവഹണം, നീതിന്യായം എന്നിങ്ങനെ മൂന്നായി തിരിക്കണം എന്ന് വാദിച്ചു. അദ്ദേഹത്തിൻ്റെ ബുക്കാണ് നിയമത്തിൻ്റെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ലോ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബുക്കാണ്. നെക്സ്റ്റ് ബ്രിട്ടീഷ് തത്വചിന്തകനായിരുന്നു ജോൺ ലോക്ക് എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് ജനതയെ നിർണായകമായി സ്വാധീനിച്ച അദ്ദേഹത്തിൻ്റെ ബുക്കായിരുന്നു ടു ട്രീറ്റീസ് ഓഫ് ഗവൺമെൻറ്. അപ്പോൾ ഇവിടെ 3 ബുക്ക് നമ്മൾ പഠിച്ചു. റൂസോയുടെ സോഷ്യൽ കോൺട്രാക്ട്, മൊണ്ടസ്ക്യൂവിൻ്റെ ദ സ്പിരിറ്റ് ഓഫ് ലോ, നിയമങ്ങളുടെ അന്തസത്ത. ഇനി ജോൺ ലോക്കിൻ്റെ ടു ട്രീറ്റീസ് ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്ന ബുക്ക്. ഇനി നെക്സ്റ്റ് ഫിസിയോക്രാറ്റുകൾ ആ ഒരു സമയത്ത് ഫ്രാൻസിൽ നിന്നിരുന്ന സാമ്പത്തിക വിദഗ്ധരായിരുന്നു കേട്ടോ. ഫിസിയോക്രാറ്റുകൾ ഇവരുടെ ആശയങ്ങളും ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇവരിൽ അതായത് ഈ ഫിസിയോക്രാറ്റുകളിൽ പ്രമുഖരായിരുന്ന ആരൊക്കെയാണെന്ന് വെച്ചാൽ ടർഗോ, നെക്കർ തുടങ്ങിയവർ ലൂയി 16 ഉപദേഷ്ടാവായിരുന്നു. ലൂയി 16 ടർഗോ ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതായി അനേകം പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നു. മധ്യവർഗത്തിൻ്റെ താല്പര്യങ്ങളായിരുന്നു ഇവിടെ സാമ്പത്തിക നയങ്ങളിൽ പ്രതിഫലിച്ചത്. കൃഷിക്ക് പ്രോത്സാഹനം നൽകുക, ഭക്ഷ്യവസ്തുക്കൾ വ്യാപാര സ്വാതന്ത്ര്യം അനുവദിക്കുക എന്നിവയായിരുന്നു അവയിൽ പ്രധാനപ്പെട്ടവയായിരുന്നു. ഈ പരിഷ്കാരങ്ങൾ ഒരു പരിധിവരെ ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തി. എന്നാൽ മേരി അറ്റോണ്ടിൻ്റെ ചെലവ് ചുരുക്കാൻ തയ്യാറാകരുന്നത് ടർഗോ രാജ്ഞിയുമായി ശത്രുതയിലാകുന്നതിന് കാരണമായി. രാജ്ഞിയുടെ എതിർപ്പ് മൂലം ലൂയി 16 ടാർഗോയെ മന്ത്രിസ്ഥാനത്തു നിന്നും പിരിച്ചുവിട്ടു. പുതിയ ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ടവർ ടാർഗോയുടെ പരിഷ്കരണം തുടരുവാൻ ശ്രമിച്ചുവെങ്കിലും ദേശീയ സഭയുടെ എതിർപ്പും ഇംഗ്ലണ്ടുമായുള്ള യുദ്ധം മൂലവും പുറത്താക്കപ്പെട്ടു. തുടർന്ന് അധികാരത്തിൽ വന്ന രാജാവിൻ്റെ ഉപദേഷ്ടാക്കൾക്കും ഫ്രാൻസിൻ്റെ സാമ്പത്തികത മെച്ചപ്പെടുത്തുവാൻ സാധിച്ചില്ല. ഗത്യന്തരമില്ലാതെ നെക്കറെ തിരികെ വിളിക്കാൻ രാജാവ് നിർബന്ധിതരായി. അപ്പോൾ ഈ നെക്കറും ടർഗോയും ലൂയി 16 സാമ്പത്തിക ഉപദേഷ്ടാക്കളായിരുന്നു. അവർ രണ്ടുപേരുടെയും പേര് പഠിച്ചു നോക്കുക. നെക്കറും ടർഗോയും ലൂയി 16 സാമ്പത്തിക വിദഗ്ധരായിരുന്നു. ആ ഒരു കാലത്ത് നിലനിന്നിരുന്ന ഫിസിയോക്രാറ്റുകളിൽ ആയിരുന്നു അവരെന്ന് പറയുന്നത്. ഇനി സലോണുകളും കോഫി ഹൗസുകളൊക്കെ ഫ്രാൻസിൽ ആ ഒരു സമയത്ത്
രാഷ്ട്രീയ ചർച്ചകളുള്ള കേന്ദ്രങ്ങളായിരുന്നു. വിദ്യാസമ്പന്നരും പ്രബുദ്ധരുമായ സ്ത്രീകൾ അവരുടെ വീടുകളിൽ സലോണുകൾ സംഘടിപ്പിച്ചിരുന്നു. ഈ സലോണുകളിൽ ദാർശനികർ, എഴുത്തുകാർ, ചിന്തകർ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്നിവയുടെ ആശയങ്ങളെപ്പറ്റി ചർച്ചകൾ നടന്നിരുന്നു. ഈ ചർച്ചകൾക്ക് വിപ്ലവാശയങ്ങൾക്ക് പ്രചോദനം നൽകി. അതുപോലെ സാധാരണ പൗരന്മാർ, പത്രപ്രവർത്തകർ തുടങ്ങിയവർ സ്ഥിരമായി ചർച്ച നടത്തിയിരുന്ന ജനപ്രിയ കേന്ദ്രങ്ങളായി കോഫി ഹൗസുകൾ മാറി. ഇവിടങ്ങളിലെ വിപ്ലവ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യപ്പെടുകയും സ്വേച്ഛാധിപത്യത്തെ വിമർശിക്കുകയും ചെയ്തു. ഇനി നെക്സ്റ്റ് എസ്റ്റേറ്റ് ജനറൽ സമ്മേളിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു 1614 മുതൽ പിന്നെ എന്ത് ചെയ്തിട്ടില്ല, 1614 അവസാനമായിട്ട് പാർലമെൻറ്റ് വിളിച്ചു ചേർത്തത്. ഫ്രാൻസിലെ പാർലമെൻറ്റാണ് എസ്റ്റേറ്റ് ജനറൽ എന്ന് അറിയപ്പെടുന്നത്. ഇനി 18ാം നൂറ്റാണ്ടിൽ ഫ്രാൻസ് അഭിമുഖീകരിച്ച കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം ഒരു പുതിയ നികുതികൾ ചുമത്തേണ്ട അത് ആവശ്യമായിട്ട് മാറി. ഇതിനായി നെക്കറിൻ്റെ നിർദ്ദേശപ്രകാരം, നെക്കർ നമ്മൾ പഠിച്ചു ലൂയി 16 സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു നെക്കറിൻ്റെ നിർദ്ദേശപ്രകാരം ലൂയി 16 ഫ്രഞ്ച് പാർലമെൻറ്റ് എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചു. 175 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചപ്പോൾ അതിൻ്റെ സംഘടനത്തെ സംബന്ധിച്ച് തർക്കങ്ങൾ ഉടലെടുത്തു. ഫ്രഞ്ച് സമൂഹത്തിലെ എസ്റ്റേറ്റ് ജനറൽ 3ആയി വിഭജിക്കപ്പെട്ടിരുന്നു. 3 എസ്റ്റേറ്റുകളും പ്രത്യേകം ഹാളുകളിലാണ് സമ്മേളിച്ചിരുന്നത്. അതായത് 3 എസ്റ്റേറ്റുകളാണ് ഉള്ളതെന്നാണല്ലോ നമ്മൾ പഠിച്ചത്. അതായത് പുരോഹിതന്മാർ, പ്രഭുക്കന്മാർ, സാധാരണക്കാർ. ഇവർ 3 പേരും സെപ്പറേറ്റ് ഹാളുകളിലായിട്ടായിരിക്കും എസ്റ്റേറ്റ് ജനറലിൽ പങ്കെടുക്കുക. അതായത് പുരോഹിതർ ഒരു ഹാളിൽ, നെക്സ്റ്റ് പ്രഭുക്കന്മാർ, അതിനുശേഷം സാധാരണക്കാർ. ഈ രീതിയിലാണ് എസ്റ്റേറ്റ് ജനറലുകൾ വിളിച്ചു ചേർത്തിരുന്നത്. ഫ്രഞ്ച് ജനതയുടെ ചെറിയൊരു ശതമാനം മാത്രമായിരുന്നു പുരോഹിതന്മാർ. പ്രതിനിധി സഭയിൽ 285 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഫ്രഞ്ച് ജനസംഖ്യയിൽ ഏകദേശം 1,40,000 മാത്രമായിരുന്നു പ്രഭുക്കന്മാരുടെ പ്രതിനിധി സഭയിൽ 308 അംഗങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഭൂരിപക്ഷം വരുന്നതും സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങളായിരുന്നു. അതായത് ഇതൊന്നും എണ്ണൊന്നും പഠിക്കേണ്ട. പ്രഭുക്കന്മാരും പുരോഹിതന്മാരും കുറവായിരുന്നു. കോമൺസ് എന്നറിയപ്പെടുന്ന സാധാരണക്കാരായിരുന്നു ഇതിൽ കൂടുതലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഓരോ അംഗങ്ങൾക്കും ഓരോ വോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഒരു സഭയ്ക്ക് ഒരു വോട്ട് എന്നതായിരുന്നു രീതി. അതായത് പുരോഹിതന്മാരുടെ സഭയ്ക്ക് ഒരു വോട്ട്, പ്രഭുക്കന്മാരുടെ സഭയ്ക്ക് ഒരു വോട്ട്, സാധാരണക്കാരുടെ സഭയ്ക്ക് ഒരു വോട്ട്. അപ്പോൾ മൊത്തം 3 വോട്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ എന്ത് നികുതിയും സാധാരണക്കാരുടെ മേലെ അടിച്ചേൽപ്പിക്കും. കാരണം ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായത്തിലാണല്ലോ തീരുമാനം ഉണ്ടാക്കുക. അപ്പോൾ പുരോഹിതന്മാരും പ്രഭുക്കന്മാരും വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭൂരിപക്ഷമായല്ലോ, പിന്നെ സാധാരണക്കാരുടെ വോട്ടിന് അവിടെ വിലയില്ല. അതായത് 3ാമത്തെ സ്റ്റേറ്റിൻ്റെ വോട്ടിന് അവിടെ വിലയില്ല. അപ്പോൾ ഒരു സഭയ്ക്ക് ഒരു വോട്ട് എന്നതിന് പകരം എന്ത് ചെയ്യണം, ഓരോ അംഗങ്ങൾക്കും ഓരോ വോട്ട് വേണമെന്ന് 3ാം എസ്റ്റേറ്റിലെ അംഗങ്ങൾ പറഞ്ഞു. അതായത് ഇവിടെ ആദ്യത്തെ 2 സഭകളും ഇതിനെ പിന്തുണച്ചു. 1ഉം 2ഉം എസ്റ്റേറ്റുകൾ ഒത്തുചേർന്നാൽ ഭൂരിപക്ഷം ഉറപ്പായി അവർക്ക് ഭരണകൂടത്തെ നിയന്ത്രിക്കാം. തങ്ങൾ പ്രതിനിധീകരിക്കുന്ന വിഭാഗങ്ങളുടെ ആവലാതികളും ആവശ്യങ്ങളുമേ എത്തിച്ചേർന്നവരായിരുന്നു 3ാം എസ്റ്റേറ്റിലെ എല്ലാ പ്രതിനിധികളും. എന്നാൽ രാജാവായ ലൂയി 16 ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ യാതൊരു മുന്നൊരുക്കങ്ങളും നടത്തിയിരുന്നില്ല. പാർലമെന്ററി സമ്പ്രദായത്തെക്കുറിച്ച് രാജാവിന് വേണ്ടത്ര പരിജ്ഞാനമില്ല എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാന കാരണം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ചാപ്റ്ററിൽ ഫസ്റ്റ് പറഞ്ഞ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. 3ാം എസ്റ്റേറ്റിൻ്റെ പ്രതിനിധികൾ 3 സഭകളും ഒരുമിച്ച് സമ്മേളിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതായത് 3 സഭകളും ഒന്നിച്ച് സമ്മേളിക്കുക. ആദ്യത്തെ 2 സഭകളും ഇതിനോട് അനുകൂലിച്ചില്ല. ഇതേ തുടർന്ന് 1709 ജൂൺ 17 3ാം എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങൾ ഫ്രാൻസിൻ്റെ യഥാർത്ഥ ജനപ്രതിനിധികൾ എന്ന് പ്രഖ്യാപിക്കുകയും തങ്ങളുടെ സഭയെ ഫ്രഞ്ച് ദേശീയ സഭ എന്ന് വിളിക്കുകയും ചെയ്തു. ഉപരിസഭകളുടെ പിന്തുണയോടെ ലൂയി 16 ഈ സഭ സമ്മേളിച്ചിരുന്ന ഹാൾ അടച്ചിടുകയും പട്ടാളക്കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു. ജൂൺ 20 ലാങ് സിൽവിയർ, ഇവരെ ആവശ്യമുണ്ട് കേട്ടോ, നമുക്ക് ഇവരുടെ പേര് ആവശ്യമുണ്ട്. ലാങ് സിൽവിയർ, ബെയ്ലി, അബ്ബേസിയസ്, മിറാബോ ഇവരുടെ നേതൃത്വത്തിൽ തൊട്ടടുത്തുണ്ടായിരുന്ന ടെന്നീസ് കോർട്ടിൽ 3ാം എസ്റ്റേറ്റിലെ പ്രതിനിധികൾ സമ്മേളിച്ചു. ഒരു വ്യവസ്ഥാപിത ഭരണഘടന ഉണ്ടാക്കുന്നതുവരെ തങ്ങൾ പിരിഞ്ഞു പോകില്ലെന്നവർ പ്രഖ്യാപിച്ചു. ഇത് പിൽക്കാലത്ത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നറിയപ്പെട്ടു. ഈ സംഭവമാണ് നമ്മൾ ആമുഖത്തിൽ ആദ്യം വായിച്ച ആ ഒരു സംഭവം എന്ന് പറയുന്നത്. ദേശീയ സഭയുടെ ഈ സമ്മേളനമാണ് പിൽക്കാലത്ത് ടെന്നീസ് കോർട്ട് അസംബ്ലി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ 1789 ജൂൺ 20 എന്ത് നടന്നു? ജൂൺ 20 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നു. എന്താണ് അവർ പറഞ്ഞത്? ഫ്രാൻസിലൊരു വ്യവസ്ഥാപിത ഭരണഘടന ഉണ്ടാക്കുന്നത് വരെ അവർ പിരിഞ്ഞു പോകില്ല. നമ്മൾ ടെന്നീസ് കോർട്ടിൽ അവർ ഇരുന്നു. ഇനി ഇതിൽ ആരൊക്കെയാണ്? ലാങ് സിൽവിയർ, ബെയ്ലി, അബ്ബേസിയസ്, മിറാബോ ഇവരായിരുന്നു അവരുടെ നേതാക്കൾ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ബാരിസ്റ്റൽ പതനവും വിപ്ലവത്തിൻ്റെ ആരംഭവും.
ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലൂയി 16 രാജാവ് തൻ്റെ ഉപദേഷ്ടാവായിരുന്ന നെക്കറെ സ്ഥാനഭ്രഷ്ടനാക്കുകയും പാരീസ് വിട്ടുപോകാൻ ആജ്ഞാപിക്കുകയും ചെയ്തു എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു. പ്രകോപിതരായ ജനക്കൂട്ടം പാരീസ് നഗരത്തിലെ ധാന്യ സംഭരണശാലകളും റൊട്ടിക്കടകളും കൈകേറി ആയുധങ്ങൾ സംഭരിച്ച് 1789 ജൂലൈ 14 ബൂർബൺ സ്വേച്ഛാധിപത്യത്തിൻ്റെ പ്രതീകമായിരുന്ന പാരീസിലെ ബാരിസ്റ്റൽ കോട്ട തകർക്കുകയും മണിക്കൂറുകൾക്കകം പാരീസ് നഗരം തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു. ബാസ്റ്റൽ കോട്ടയുടെ തകർച്ച ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായി കണക്കാക്കുന്നു. അപ്പോൾ ബാസ്റ്റൽ കോട്ടയുടെ തകർച്ചയാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായി കണക്കാക്കുന്നത്. എന്നാണ് 1789 ജൂലൈ 14 ജനങ്ങളുടെ കോപത്തിനിരയായി ജനരോഷം ഭയന്ന ലൂയി 16 ദേശീയ സഭ പാസാക്കിയ നിയമങ്ങൾക്ക് അംഗീകാരം നൽകി. എന്തൊക്കെയായിരുന്നു അതിലുണ്ടായിരുന്നത്? അടിമത്തം നിർത്തലാക്കി, പ്രഭുക്കളുടെ പ്രത്യേക അധികാരങ്ങൾ എടുത്തു കളഞ്ഞു, ജനങ്ങൾ കത്തോലിക്ക സഭയ്ക്ക് നൽകേണ്ടിയിരുന്ന കരം നിർത്തലാക്കി, അധികമായി ചുമത്തിയിരുന്ന നികുതികൾ റദ്ദാക്കി. ഇനി സ്ത്രീകളും ഫ്രഞ്ച് വിപ്ലവവും. ഭക്ഷ്യക്ഷാമവും ദേശീയ സഭയോട് സഹകരിക്കാത്ത ലൂയി 16 നയങ്ങളും സ്ത്രീകളെ പ്രക്ഷോഭത്തിനിറങ്ങാൻ പ്രേരിപ്പിച്ചു. ആയിരക്കണക്കിന് സ്ത്രീകൾ ചൂലുൾപ്പെടെ നിത്യോപയോഗ സാമഗ്രികളും വാള്, കുന്തം, തോക്ക് എന്നിവയും കൈലേന്തി ബൂർബൻ രാജാക്കന്മാരുടെ വസതിയായ പാരീസിലെ വേഴ്സായ് കൊട്ടാരത്തിലേക്ക്. അപ്പോൾ ബൂർബൻ രാജാക്കന്മാരുടെ കൊട്ടാരത്തിൻ്റെ പേര് വേഴ്സായ് കൊട്ടാരം എന്നാണ് കേട്ടോ. മാർച്ച് ചെയ്തു. അവരോടൊപ്പം വലിയൊരു ജനക്കൂട്ടവും ഉണ്ടായിരുന്നു. രാജാവിനെയും കുടുംബത്തെയും അവർ നിർബന്ധപൂർവ്വം പാരീസിലേക്ക് കൊണ്ടുവന്നു. ഗത്യന്തരമില്ലാതെ ദേശീയ സഭയുടെ തീരുമാനങ്ങൾ അംഗീകരിക്കാമെന്ന് ലൂയി 16 ഉറപ്പുകൊടുത്തു. ഫ്രാൻസിലെ പ്രശസ്ത നാടകാകൃത്തും പൊതുപ്രവർത്തകനുമായിരുന്നു ഒളിമ്പിക്സ് ദെ ഗ്യൂഷ് വിപ്ലവകാലത്ത് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിച്ച ഉറച്ച സ്ത്രീ ശബ്ദമായിരുന്നു. സ്ത്രീകളുടെയും സ്ത്രീ പൗരന്മാരുടെയും അവകാശ പ്രഖ്യാപനം എന്ന പ്രസിദ്ധ ഗ്രന്ഥത്തിൽ പുരുഷന്മാർക്ക് ലഭിച്ച അവകാശങ്ങൾ സ്ത്രീകൾക്കും ലഭിക്കണമെന്നവർ ആവശ്യപ്പെട്ടു. ഇത് പഠിച്ചു വെക്കാരെ ദ ഗ്യൂഷിൻ്റെ പുസ്തകമായിരുന്നു സ്ത്രീകളുടെയും സ്ത്രീ പൗരന്മാരുടെയും അവകാശ പ്രഖ്യാപനം എന്നുള്ളത്. സ്ത്രീകൾ പുരുഷന്മാർക്കും തുല്യ അധികാരവും അവകാശത്തിനുമുള്ള സാമൂഹിക ഘടനയ്ക്ക് വേണ്ടി അവർ നിലകൊണ്ടു. സ്ത്രീ സമത്വത്തിന് വേണ്ടി വാദിച്ച മറ്റൊരു വനിതയായിരുന്നു മാഡം ഴാങ് റോളണ്ട്. സ്ത്രീകളുടെ അവകാശ സമയത്തെ ചില നേട്ടങ്ങളുമായി സ്വത്തിന്മേലുള്ള അവകാശം, വിവാഹമോചനം നേടുന്നതിനുള്ള അവകാശം എന്നിവ ഇവയിൽ ചിലതാണ്. ഇനി നോക്കൂ, വസ്ത്രം പ്രതിഷേധത്തിൻ്റെ പ്രതീകം. ഫ്രാൻസിലെ ഉന്നത കുലജാതിക്കാർ പരമ്പരാഗതമായി ധരിച്ചിരുന്ന കാൽമുട്ട് വരെ ഇറക്കമുള്ള ബ്രീച്ചുകൾ എന്നറിയപ്പെടുന്ന ഒരു തരം പാൻസ് ആയിരുന്നു. ഉന്നത കുലജാതക്കാരുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായി തൊഴിലാളികളും കർഷകരും കാൽപാദം വരെ എത്തുന്ന പാൻറ്റലോൺ എന്നറിയപ്പെടുന്ന നീളൻ ട്രൗസറുകൾ ധരിക്കാൻ തുടങ്ങി. ഇവർ സാൻസ്കുലോട്ടുകൾ എന്നറിയപ്പെട്ടു. വിപ്ലവാനുകൂലിയുടെ പ്രതീകമായി പാൻറ്റലോൺ മാറി. കൂടുതൽ ആളുകൾ പാൻറ്റലോൺ ധരിക്കാൻ തുടങ്ങിയത് വിപ്ലവം ജനകീയമായി മാറി എന്നതിൻ്റെ തെളിവായി. ഫ്രീജിയൻ തൊപ്പി വിപ്ലവത്തിൻ്റെ പ്രതീകമായിരുന്നു. അടിമത്തിൽ നിന്നും മോചിക്കപ്പെട്ടവർ എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തൊഴിലാളികൾ ചുവപ്പ് നിറമുള്ള ഫ്രീജിയൻ തൊപ്പി ധരിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ ഫ്രീജിയൻ തൊപ്പി അതുപോലെ സാൻസ്കുലോട്ട്, ഇതൊക്കെ ഈ ഒരു ഡ്രസ്സ്, ഇതൊക്കെ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയാനുള്ള അത്രയും അറിവ് നമുക്ക് ഉണ്ടായാൽ മതി. ഇനി സ്വതന്ത്രരും അവകാശങ്ങളെ തുല്യരുമായിട്ടാണ് മനുഷ്യർ ജനിക്കുന്നതും ജീവിക്കുന്നതും. അതായത് ദേശീയ സഭ ഫ്രാൻസിനായി തയ്യാറാക്കിയ ഭരണഘടനയുടെ ആമുഖത്തിൽ നൽകിയിട്ടുള്ള മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് ഈ ഒരു സെൻറ്റൻസ്. സ്വതന്ത്രരും അവകാശങ്ങളിൽ തുല്യരുമായിട്ടാണ്. നോക്കൂ, ദേശീയ സഭ ഫ്രാൻസിനായി തയ്യാറാക്കിയ ഭരണഘടനയുടെ ആമുഖത്തിൽ നൽകിയിട്ടുള്ള മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ മുകളിൽ കൊടുത്തിരിക്കുന്നത്. എന്താണ്? സ്വതന്ത്രരും അവകാശങ്ങളിൽ തുല്യരുമായിട്ടാണ് മനുഷ്യർ ജനിക്കുന്നതും ജീവിക്കുന്നതും. ഈ ഭരണഘടനയുടെ ആമുഖത്തിൽ ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഒരു പ്രധാന ഫലമാണ്. 1789 നടന്ന ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ തുല്യ അവകാശങ്ങളോടെ സ്വതന്ത്രനായി ജീവിക്കുന്നു. എല്ലാ രാഷ്ട്രീയ കൂട്ടായ്മയുടെയും ലക്ഷ്യം മനുഷ്യൻ്റെ സ്വാഭാവികവും അവിഭാജ്യവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. അവ സ്വാതന്ത്ര്യം, സ്വത്ത്, സുരക്ഷിതത്വം, അടിച്ചമർത്തലുകളെ ചുരുക്കൽ എന്നിവയ്ക്കുള്ള അവകാശമാണ്. എല്ലാ പരമാധികാരവും രാഷ്ട്രീയത്തിൽ കുടികൊള്ളുന്നു. മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള അധികാരം സ്വാതന്ത്ര്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. സമൂഹത്തിന് ഹാനികരമാവുന്ന പ്രവർത്തനങ്ങളെ വിലക്കാനുള്ള അവകാശം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ഇനി ഫ്രഞ്ച് ദേശീയ സഭ ഫ്രാൻസിൻ്റെ സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ രംഗത്ത് നിരവധി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. ഇവയിൽ പ്രധാനപ്പെട്ടവയാണ് എന്തൊക്കെയാണ്? രാജ്യത്താകമാനം ഏകീകൃത ഭരണഘടന നടപ്പിലാക്കി. അസൈനാറ്റ് എന്ന പേരിൽ പുതിയ കടലാസ് കറൻസി പുറത്തിറക്കിയത് പഠിച്ചു വെച്ചോളൂ. അസൈനാറ്റ് എന്ന പേരിൽ പുതിയ കടലാസ് കറൻസി പുറത്തിറക്കി. മതമേധാവികളുടെ നിയന്ത്രണത്തിലായിരുന്ന സ്വത്തുക്കൾ കണ്ടുകെട്ടി. പൂർണ്ണമായും മതസഹിഷ്ണുത പ്രഖ്യാപിച്ചു. പുരോഹിതർ ഗവൺമെൻറ്റിൻ്റെ ശമ്പളം പറ്റുന്നവരായി മാറി. അപ്പം ഫ്രഞ്ച് വിപ്ലവം ബാസിൽ കോട്ടയുടെ പതനമൊക്കെ കഴിഞ്ഞിട്ട് എന്തായി? ഇവിടെ ദേശീയ അസംബ്ലി വന്നു. ദേശീയ അസംബ്ലി അവർ തയ്യാറാക്കിയ
ഫ്രാൻസിൻ്റെ ഒരു പരിഷ്കാരങ്ങളാണ്. രാജ്യത്താകമാനം ഏകീകൃത ഭരണഘടന നടപ്പിലാക്കി. അസൈനാറ്റ് എന്ന പേരിൽ പുതിയ കടലാസ് കറൻസി പുറത്തിറക്കി. മതമേധാവികളുടെ നിയന്ത്രണത്തിലായിരുന്ന സ്വത്തുക്കൾ കണ്ടുകെട്ടി. പൂർണ്ണമായ മതസഹിഷ്ണുത പ്രഖ്യാപിച്ചു. പുരോഹിതർ ഗവൺമെൻറ്റിൻ്റെ ശമ്പളം പറ്റുന്നവരായി മാറി. ഇവിടെ അസൈനാറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. 1789 ഫ്രാൻസിൽ പുറത്തിറക്കിയ പേപ്പർ കറൻസിയുടെ പേരായിരുന്നു അസൈനാറ്റ്. ഫ്രഞ്ച് സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കാനും ദേശീയ കടം വീട്ടാനുമുള്ള ബോണ്ടും പണവും ഇതിനായി ഉപയോഗിക്കാൻ തീരുമാനിച്ചു. കാലക്രമേണ ഗവൺമെൻറ് അതിൻ്റെ ചെലവുകൾ വഹിക്കുന്നതിനായി അമിതമായ അളവിൽ അസൈനാറ്റ് അടിച്ചിറക്കാൻ തുടങ്ങി. ഇത് വൻതോതിലുള്ള പണപ്പെരുപ്പവും കറൻസികളുടെ ദ്രുതഗതിയിലുള്ള മൂല്യത്തകർച്ചയ്ക്കും കാരണമായി. 1796 ആയപ്പോഴേക്കും അസൈനാറ്റിൻ്റെ മൂല്യം നഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ഭീകരവാഴ്ചയും സെപ്റ്റംബർ കൂട്ടക്കൊലയും. 1792 ദേശീയ സഭയുടെ സ്ഥാനത്ത് നാഷണൽ കൺവെൻഷൻ എന്ന പുതിയ ഭരണഘടന നിലവിൽ വന്നു. നാഷണൽ കൺവെൻഷൻ എന്ന പുതിയ ഭരണഘടന എന്ത് ചെയ്തു? ഭരണഘടനയല്ല, പുതിയ ഭരണസമിതി നിലവിൽ വന്നു. നാഷണൽ കൺവെൻഷൻ ഫ്രാൻസിൻ്റെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. അപ്പോൾ നാഷണൽ കൺവെൻഷൻ ഫ്രാൻസിൻ്റെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. ലൂയി 16 വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. ഒരു റിപ്പബ്ലിക്കായി മാറിയ ഫ്രാൻസിൻ്റെ ഭരണ നേതൃത്വം ജാക്കോബിനുകൾ പിടിച്ചെടുത്തു. യൂറോപ്പിലെ പ്രബല ശക്തിയായിരുന്ന ബ്രിട്ടനും ഓസ്ട്രിയയും റഷ്യയും ഫ്രാൻസിനെ ആക്രമിച്ചപ്പോൾ ഈ സ്ഥിതിവിശേഷം നേരിടേണ്ടി വന്നു. പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിഭീകരമായ ഭരണമാണ് പാരീസിൽ അരങ്ങേറിയത്. പാരീസ് നഗരത്തിൻ്റെ ഭരണം ടാൻസർ, എർബട്ട്, മരാട്ട്, റോബ്സ്പിയർ എന്നിവരുടെ കൈകളിലായി. പ്രഭുക്കർ, പുരോഹിതർ, രാജാവിനെ അനുകൂലിക്കുന്നവർ എന്നിങ്ങനെ ആയിരക്കണക്കിന് ജനങ്ങൾ ദിനംപ്രതി രാജ്യദ്രോഹികളെന്ന മുദ്രകുത്തി കാരാഗൃഹത്തിൽ അടച്ചു. ജയിലുകൾ നിറഞ്ഞപ്പോൾ തിരക്ക് കുറക്കാൻ 1500ഓളം പേരെ പാരീസ് തെരുവുകളിൽ വെച്ച് കൊലപ്പെടുത്തി. ഇതാണ് പ്രസിദ്ധമായ സെപ്റ്റംബർ കൂട്ടക്കൊല എന്നറിയപ്പെടുന്നത്. അപ്പോൾ സെപ്റ്റംബർ കൂട്ടക്കൊല ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ഗില്ലറ്റിൻ എന്ന് പറയുന്ന ഒരു യന്ത്രമായിരുന്നു ഈ ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. ഈ ഒരു കാലഘട്ടം ഭീകരവാഴ്ചയുടെ കാലം എന്ന് അറിയപ്പെടുന്നു. വിപ്ലവകാരികൾ നിലവിലെ കലണ്ടർ ഉപേക്ഷിക്കുകയും പുതിയ വിപ്ലവ കലണ്ടർ നടപ്പിലാക്കുകയും ചെയ്തു. ഇനി ജാക്കോബിനുകളും ജിറോണ്ടിസ്റ്റുകളും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞില്ലേ ജാക്കോബിനുകൾ ഭരണം പിടിച്ചെടുത്തു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക വിഭാഗമായിരുന്നു ജാക്കോബിനുകൾ എന്നറിയപ്പെടുന്ന സംഘം. ജാക്കോബിൻ കോൺവെലന്റ് ഇവർ ആദ്യകാലത്ത് യോഗം ചേർന്നിരുന്നത്. അതിനാലാണ് ഇവർ ജാക്കോബിനുകൾ എന്നറിയപ്പെട്ടത്. ഈ സംഘത്തിലെ പ്രധാന നേതാക്കളായിരുന്നു റോബ്സ്പിയർ. അക്കാലത്തെ ഫ്രഞ്ച് രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയവരായിരുന്നു ജാക്കോബിനുകൾ. ഇനി ഫ്രഞ്ച് വിപ്ലവത്തിൽ പങ്കെടുത്ത മറ്റൊരു പ്രധാന വിഭാഗമായിരുന്നു ജിറോണ്ടിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഫ്രാൻസിൻ്റെ തെക്ക് പടിഞ്ഞാറുള്ള ജിറോണ്ട് പ്രദേശത്തു നിന്നും വന്ന ദേശീയ അസംബ്ലിയിലെ അംഗങ്ങളായിരുന്നു ഇവരെ. ജാക്കോബിനുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവർ മിതവാദ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. ഭൂവുടമകളെയും വ്യാപാരികളെയും ഉന്നത വർഗ്ഗക്കാരുടെ പ്രതിനിധികളായിരുന്നു ഇവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജാക്കോബിനുകളും ജിറോണ്ടിസ്റ്റുകളും ഫ്രഞ്ച് വിപ്ലവകാലത്ത് നിന്ന് രണ്ട് രാഷ്ട്രീയ സംഘടനകളായിരുന്നു. ഇനി ഈ ഫ്രഞ്ച് വിപ്ലവത്തിലൂടെ ഭരണം പിടിച്ചെടുത്തത് ജാക്കോബിനുകളാണ് ഭരണം പിടിച്ചെടുത്തത്. ഇനി വിപ്ലവ കലണ്ടർ നമ്മൾ പറഞ്ഞില്ലേ, വിപ്ലവകാരികൾ നിലവിലെ കലണ്ടർ ഉപേക്ഷിക്കുകയും പുതിയ വിപ്ലവ കലണ്ടർ നടപ്പിലാക്കുകയും ചെയ്തു. എന്താ വിപ്ലവ കലണ്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫ്രാൻസിൽ നിന്നിരുന്ന ഗിഗോറിയൻ കലണ്ടറിന് പകരമായി 1793 ഒക്ടോബറിൽ നിലവിൽ വന്ന കലണ്ടറാണ് വിപ്ലവ കലണ്ടർ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഈ കലണ്ടർ തുടങ്ങുന്നത് ഫ്രാൻസിൻ റിപ്പബ്ലിക്കായി മാറി 1792 സെപ്റ്റംബർ 22 ഈ കലണ്ടർ 7 ദിവസമുള്ള ആഴ്ചകൾക്ക് പകരം 10 ദിവസങ്ങളുള്ള 3 ദശകങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ കലണ്ടർ പൂർണ്ണമായൊരു മതേതര കലണ്ടറായിരുന്നു. വിപ്ലവത്തിൻ്റെ 12ാം വാർഷികം വരെ, അതായത് 1801 വരെ ഈ കലണ്ടറാണ് ഫ്രാൻസിൽ പ്രചാരത്തിലുണ്ടായിരുന്നത്. ഇനി ഗില്ലറ്റിൻ നമ്മൾ പറഞ്ഞില്ലേ, ഇത് കണ്ടില്ലേ ഗില്ലറ്റിൻ. ഇവിടെ ആരെയാണോ കൊല്ലേണ്ടത് അവരതാ ഇവിടെ ഇങ്ങനെ കടത്തും. എന്നിട്ട് ഈ ഒരു അയച്ചു വിട്ടാൽ ഈ ഒരു വാള് പോലുള്ള ഒരു സംഭവമായിരിക്കും ഇതിൻ്റെ ഇവിടെ ഉണ്ടാവുക. അതിവിടെ വന്ന് പതിക്കും. അപ്പോൾ അവരുടെ തല തെറിച്ചു പോകും. അങ്ങനെയാണ് ഗില്ലറ്റിൻ ഉപയോഗിച്ചുകൊണ്ട് കൊലപാതകം ചെയ്തിരുന്നത്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവ കാലത്ത് 1789 മുതൽ 1799 വരെ കൂടുതൽ പേരെ പെട്ടെന്ന് ശിരച്ഛേദം ചെയ്ത് വധിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച ഭയാനകമായ ഉപകരണമാണ് ഗില്ലറ്റിൻ. ഈ ആശയം നിർദ്ദേശിച്ച ഡോക്ടർ ജോസഫ് ഇഗ്നാസ് ഗില്ലോട്ടിൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ലൂയി 16 രാജാവിനെയും മേരി അറ്റോൺറ്റി രാജ്ഞിയെയും ഗില്ലറ്റിൻ ഉപയോഗിച്ചാണ് വധിച്ചത്. ഭീകരവാഴ്ചയുടെ കാലത്ത് വിപ്ലവ നേതായിരുന്ന റോബ്സ്പിയറും ഗില്ലറ്റിന് വിധേയമായി. അതായത് ഈ റോബ്സ്പിയറാണ് ഈ ഒരു ഭീകരവാഴ്ചയുടെ സമയത്ത് ഈ ഒരു ഗില്ലറ്റിൻ എന്ന് പറയുന്ന ആശയം കൊണ്ടുവരുന്നതൊക്കെ. പിന്നീട് ആളുകൾ ഈ റോബ്സ്പിയറിനെയും ഗില്ലറ്റിൻ ഉപയോഗിച്ച് വധിക്കുകയാണ് ചെയ്തിരുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലാവോസിയോ, മറ്റേ നമ്മുടെ കെമിസ്ട്രിയിലെ ലാവോസിയോ ഒക്കെ ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ഗില്ലറ്റിന് ഇരയാക്കപ്പെട്ട ഒരു സയൻറ്റിസ്റ്റാണ് ലാവോസിയോ എന്ന് പറയുന്നത്.
ഇനി പുതിയ ഭരണഘടന വരുന്നു. ഭീകരവാഴ്ച അവസാനിച്ചതിന് ശേഷം, അതായത് റോബ്സ്പിയറിൻ്റെ കാലഘട്ടത്തിന് ശേഷം 1795 ഫ്രാൻസിൽ ഒരു പുതിയ ഭരണഘടന നിലവിൽ വന്നു. ഇതുപ്രകാരം 5 അംഗങ്ങളടങ്ങിയ സമിതിയാണ് ഭരണം നിർവഹിച്ചിരുന്നത്. 5 അംഗങ്ങളടങ്ങിയ ഒരു സമിതി. ഈ ഭരണ സംവിധാനം ഡയറക്ടറി എന്ന് വിളിക്കപ്പെട്ടു. അഴിമതിയും കൊടുങ്കാര്യസ്ഥയും ഡയറക്ടറിയുടെ തകർച്ചയ്ക്ക് കാരണമായിത്തീർന്നു. ജനങ്ങൾ കൂടുതൽ ദാരിദ്ര്യത്തിലെങ്ങുകയും അവർക്ക് പുതിയ ഗവൺമെൻറ്റിൽ വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്തു. ഇനി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അനന്തരഫലങ്ങൾ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഏറ്റവും പ്രകടമായ ഫലം ഫ്രാൻസിലെ ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയാണ്. പഴയ ഭരണത്തിലുണ്ടായിരുന്ന നിയമങ്ങൾ വിപ്ലവത്തോടെ ഇല്ലാതായി. സഭയുടെ കൈവശമുണ്ടായിരുന്ന ഭൂമി ഇടത്തരക്കാരുടെ കൈവശത്തിലെത്തിയിരുന്നു. പ്രഭുക്കളുടെ ഭൂമി കണ്ടുകെട്ടുകയും അവർക്കുണ്ടായിരുന്ന എല്ലാത്തരം ആനുകൂല്യങ്ങൾ നിർത്തലാക്കുകയും ചെയ്തു. ഏകീകൃത അളവ് തൂക്ക സമ്പ്രദായം, അതായത് മെട്രിക് സമ്പ്രദായം നടപ്പിലാക്കിയതോടെ അളവ് തൂക്കങ്ങളിലെ കൃത്യതയില്ലായ്മ അവസാനിച്ചു. അപ്പോൾ എന്തൊക്കെയാണ്? ഫ്യൂഡലിസത്തിൻ്റെ തകർച്ച, മെട്രിക് സമ്പ്രദായം നടപ്പിലാക്കി. ഇനി ആധുനിക ദേശീയത എന്ന ആശയം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സംഭാവനയാണ്. ആധുനിക ദേശീയത എന്ന ആശയം ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പ് രാജവംശത്തിലൂടെ അല്ലാതെ ദേശീയ സ്വഭാവത്തിലൂടെ പ്രകടമാക്കാൻ തുടങ്ങിയത് ഫ്രഞ്ച് വിപ്ലവം മുതലാണ്. രാഷ്ട്രം എന്ന സങ്കല്പം അതിൻ്റെ പരിപൂർണമായ അർത്ഥത്തിൽ നിലവിൽ വന്നതും ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ്. ഫ്രാൻസ് എന്നതൊരു ഭൂപ്രദേശം മാത്രമല്ല, ഫ്രഞ്ച് ജനത ഒന്നാകിയാണ് എന്ന ആശയം ഇതോടെ പ്രഖ്യാപിക്കപ്പെട്ടു. ദേശീയതക്കൊപ്പം വളർന്നു വന്ന മറ്റൊരാശയമാണ് ജനാധിപത്യ ഭരണക്രമം. ജനങ്ങളുടെ പരമാധികാരം എന്ന റൂസോയുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് ജനായത്ത ഭരണത്തിന് അടിത്തറയിട്ടതും ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ്. 19, 20 നൂറ്റാണ്ടുകളിൽ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും നടന്ന ദേശീയ സ്വാതന്ത്ര്യ സമരങ്ങളെയും ഫ്രഞ്ച് വിപ്ലവം സ്വാധീനിച്ചു. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമൊക്കെ ഫ്രഞ്ച് വിപ്ലവം സ്വാധീനിച്ചിട്ടുണ്ടെന്നും ഫ്രാൻസിലെ ജാക്കോബിൻ ക്ലബ്ബിൽ അംഗമായിരുന്ന മൈസൂരിൻ്റെ ഭരണാധികാരിയായിരുന്നു ടിപ്പു സുൽത്താൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, ഫ്രാൻസിൻ്റെ കിരീടം അഴുക്കുചാലിൽ കിടക്കുന്നത് ഞാൻ കണ്ടു. ഞാനത് വാളുകൊണ്ടെടുത്ത് വൃത്തിയാക്കി എൻ്റെ തലയിൽ വെച്ചു. ആരാണിത് പറഞ്ഞത്? നെപ്പോളിയനാണ് ഇത് പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഡയറക്ടറി ആയിരുന്നു ഭരിച്ചിരുന്നത് എന്ന് പറഞ്ഞില്ലേ. ഈ ഡയറക്ടറിയിൽ 5 പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ. ആ 5 പേരിൽ ഒരാളായിരുന്നു ഈ നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന് പറയുന്ന ആൾ. ഫ്രാൻസിൽ നിന്നിരുന്ന ഡയറക്ടറിയെ പുറത്താക്കി അധികാരം പിടിച്ചെടുത്ത നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ വാക്കുകളാണിവ. നെപ്പോളിയൻ്റെ ഈ വാക്കുകളിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം? അരാജകത്വത്തിലേക്ക് വഴിമാറിയ ഫ്രഞ്ച് സമൂഹത്തെയും തൻ്റെ കരുത്തുകൊണ്ട് ഫ്രാൻസിൻ്റെ അധികാരത്തെ പിടിച്ചെടുത്തതിനെയുമാണ് നെപ്പോളിയൻ്റെ ഈ വാക്കുകൾ വ്യക്തമാക്കുന്നത്. ഫ്രഞ്ച് സൈന്യത്തിലെ ബ്രിഗേഡിയർ ജനറലായിരുന്നു നെപ്പോളിയൻ. ഡയറക്ടർക്ക് പകരം 3 കോൺസുലർമാർ അടങ്ങുന്ന ഒരു പുതിയ ഭരണ സംവിധാനം നെപ്പോളിയൻ സ്ഥാപിച്ചു. ഇതിൻ്റെ 1ാം കോൺസുലർ നെപ്പോളിയൻ തന്നെയായിരുന്നു. താമസിയാതെ നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായി സ്വയം അധികാരമേറ്റു. തുടർന്ന് അദ്ദേഹം ഫ്രാൻസ് നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങൾ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഈ സംഭവം എന്ന് വെച്ചാൽ ഡയറക്ടറിയിൽ 5 പേരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്ത് ആഭ്യന്തര യുദ്ധങ്ങൾക്കും ഇവർ സൈന്യത്തിനാണല്ലോ വിളിക്കുക. അപ്പോൾ ഈ സൈന്യത്തിലെ ബ്രിഗേഡിയർ ജനറലായിരുന്നു ഈ നെപ്പോളിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നെപ്പോളിയൻ എന്ത് ചെയ്തു? ആ ഒരു ഡയറക്ടറി അട്ടിമറിച്ചുകൊണ്ട് നെപ്പോളിയനും വേറെ 2 പേരും ചേർന്നിട്ട് 3 പേര് അടങ്ങുന്ന ഒരു കോൺസുലേറ്റ് സ്ഥാപിച്ചു. പിന്നെ ഈ കോൺസുലേറ്റിൽ നിന്ന് ബാക്കി 2 പേരും ഒഴിവാക്കിയിട്ട് ഈ നെപ്പോളിയൻ ഒരു സ്വേച്ഛാധിപതിയായിട്ട് ഭരിക്കുകയാണ് ഉണ്ടായിരുന്നത്. കണ്ടില്ലേ, ഫ്രാൻസിൻ്റെ കിരീടം അഴുക്കുചാലിൽ കിടക്കുന്നത് ഞാൻ കണ്ടു. ഞാനത് വാളുകൊണ്ടെടുത്ത് വൃത്തിയാക്കി എൻ്റെ തലയിൽ തന്നെ വെച്ചു എന്നാണ് നെപ്പോളിയൻ്റെ വാക്കുകളാണത്. ഈ നെപ്പോളിയൻ്റെ ഭരണപരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? നിയമപരിഷ്കാരങ്ങൾ. 1, നെപ്പോളിയൻ്റെ നിയമസംഹിത. ഫ്യൂഡൽ നിയമങ്ങൾ അവസാനിക്കുകയും സമത്വവും മതസ്വാതന്ത്ര്യവും അംഗീകരിക്കുകയും ചെയ്തു. ഇനി കൺകോർഡേറ്റ്, അതായത് നെപ്പോളിയനും പോപ്പും തമ്മിലുണ്ടാക്കിയ കരാർ. പോപ്പുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം കത്തോലിക്ക സഭയുടെ പ്രവർത്തന സ്വാതന്ത്ര്യം പുനഃസ്ഥാപിച്ചു. മറ്റു മതവിഭാഗങ്ങൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിച്ചു. ഇനി വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ. വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിന് നടപടികൾ കൈക്കൊണ്ടു. ലിസൈ എന്ന പേരിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. സർവീസിലേക്കും സൈന്യത്തിലേക്കും വിദ്യാസമ്പന്നരെ സൃഷ്ടിക്കുകയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ് എന്ന പേരിൽ ഒരു ദേശീയ സർവകലാശാല സമ്പ്രദായം ആരംഭിച്ചു. ഈ സംവിധാനത്തിലൂടെ രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്തെ നിയന്ത്രിച്ചു. ഇനി സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. ഏകീകൃത കറൻസി സമ്പ്രദായം നടപ്പിലാക്കി. സൈനിക പരിഷ്കാരങ്ങൾ. സൈന്യത്തെ പല ബറ്റാലിയനുകളായി പുനഃസംഘടിപ്പിച്ചു. അപ്പോൾ പരിഷ്കാരങ്ങളിൽ നെപ്പോളിയൻ്റെ നിയമസംഹിത ഏറ്റവും പ്രധാനപ്പെട്ടത്. കൺകോർഡേറ്റ് എന്ന് വെച്ചാൽ നെപ്പോളിയനും പോപ്പും തമ്മിലുള്ള കരാറ്. ഇനി വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളിൽ ലിസൈ എന്ന് പറയുന്ന ഗവൺമെൻറ് സ്കൂളുകൾ, യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ്. സാമ്പത്തിക പരിഷ്കാരങ്ങൾ ബാങ്ക് ഓഫ് ഫ്രാൻസ്, ഏകീകൃത കറൻസി സമ്പ്രദായം. സൈനിക പരിഷ്കാരങ്ങൾ. സൈന്യത്തെ പല ബറ്റാലിയനുകളായി പുനഃസംഘടിപ്പിച്ചു. ഇനി ഫ്രാൻസിൻ്റെ ശത്രുക്കളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ നെപ്പോളിയൻ നിരവധി യുദ്ധങ്ങൾ നടത്തി. ഓസ്ട്രിയ, പ്രഷ്യ തുടങ്ങിയ രാജ്യങ്ങളെ അദ്ദേഹം യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. നെപ്പോളിയൻ്റെ മുഖ്യ ശത്രു ബ്രിട്ടനായിരുന്നു. മികച്ചൊരു നാവിക ശക്തിയായിരുന്നു ബ്രിട്ടനെ നേരിട്ട് കീഴടക്കാൻ സാധ്യമല്ല എന്നറിയാമായിരുന്നു നെപ്പോളിയൻ. ബ്രിട്ടനെ സാമ്പത്തികമായി തകർക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു. ഇതിനായി ആവിഷ്കരിച്ച പദ്ധതിയാണ് കോണ്ടിനെൻ്റൽ വ്യവസ്ഥ.
കോർഡിനേറ്റ് വ്യവസ്ഥ കേട്ടോ ഏത് രാജ്യങ്ങൾ തമ്മിലായിരുന്നു എന്ന് ചോദിച്ചാൽ ഫ്രാൻസും ബ്രിട്ടനും തമ്മിൽ. ബ്രിട്ടനെതിരെ ഫ്രാൻസ് നടപ്പിലാക്കിയ സാമ്പത്തിക ശരി ഇതിൽ ഫ്രാൻസിൻ്റെ അധീനതയിലുണ്ടായിരുന്ന ഫ്രാൻസുമായി സൗഹൃദത്തിലായ രാജ്യങ്ങളെ ബ്രിട്ടനുമായുള്ള വ്യാപാരത്തിൽ നിന്ന് വിലക്കി. ഇതിൽ പൂർണ്ണ വിജയം കൈവരിക്കാൻ നെപ്പോളിയന് കഴിഞ്ഞില്ല. മാത്രമല്ല ബ്രിട്ടനുമായ തുടർച്ചയായ യുദ്ധങ്ങളെയും ഇത് നയിച്ചു. 1815 വാട്ടർലൂ യുദ്ധത്തിൽ ബ്രിട്ടൻ നെപ്പോളിയനുമേൽ അന്തിമ വിജയം നേടി. അതായത് 1815 വാട്ടർലൂ യുദ്ധത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്തു? നെപ്പോളിയനെ ബ്രിട്ടൻ പരാജയപ്പെടുത്തി എന്ന് അർത്ഥം. ഇനി യൂറോപ്പിൻ്റെ ഭൂപടം മാറ്റി വരയ്ക്കപ്പെടുന്നു. നെപ്പോളിയൻ്റെ പരാജയത്തിന് ശേഷം യൂറോപ്പിലെ രാജ്യങ്ങൾ 1815 ഓസ്ട്രിയയിലെ വിയന്നയിൽ യോഗം ചേർന്ന് പല സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടു. ഇത് വിയന്ന സമ്മേളനം എന്ന് അറിയപ്പെടുന്നു. ഈ സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് ഓസ്ട്രിയൻ ചാൻസലറായിരുന്ന മെറ്റോണിച്ച് ആയിരുന്നു. വിയന്ന സമ്മേളനത്തോടുകൂടി യൂറോപ്പിലെ ഫ്രഞ്ച് മേധാവിത്വം അവസാനിച്ചു. വിയന്ന സമ്മേളനത്തിലെ പ്രധാന തീരുമാനങ്ങൾ: യൂറോപ്പിലെ രാജ്യങ്ങൾ ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പുള്ള രാജഭരണം പുനഃസ്ഥാപിക്കും. ഫ്രാൻസിൽ ബൂബൺ രാജവംശം പുനഃസ്ഥാപിക്കും. ബ്രിട്ടൻ്റെ നാവിക മേധാവിത്വം റഷ്യയുടെ കിഴക്കൻ യൂറോപ്പിലെ ആധിപത്യവും അംഗീകരിക്കുക. മധ്യ യൂറോപ്പിൽ ഓസ്ട്രിയയുടെ മേധാവിത്വം അംഗീകരിക്കുക. ഇനി സ്വാതന്ത്ര്യത്തിൻ്റെ മരം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു അലങ്കാരിക പ്രയോഗമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ മരം എന്നത്. ഫ്രാൻസിൽ ഇത് അക്ഷരാർത്ഥത്തിൽ പ്രായോഗികമായി. ഫ്രഞ്ച് വിപ്ലവകാലത്ത് പൊതുസ്ഥലത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായി മരങ്ങൾ നട്ടുപിടിക്കുകയും അവയിൽ മോചനത്തിൻ്റെ പ്രതീകമായി കരുതപ്പെടുന്ന ചുവന്ന ഫ്രിജിയൻ തൊപ്പികൾ തൂക്കുകയും ചെയ്തു. അടിമത്തത്തിൽ നിന്ന് മോചനം ലഭിച്ചു എന്ന് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് ചുവന്ന ഫ്രിജിയൻ തൊപ്പികൾ ധരിച്ചിരുന്നു എന്ന് പറഞ്ഞില്ല, ആ ചുവന്ന ഫ്രിജിയൻ തൊപ്പികൾ ധരിക്കുകയും ചെയ്തു. ബ്രിട്ടീഷുകാരുമായി നിയന്ത്രണം സംഘത്തിൽപ്പെട്ടിരുന്ന മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താൻ തലസ്ഥാന നഗരമായ ശ്രീരംഗപട്ടണം അദ്ദേഹം സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ടു. സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ടതിലൂടെ ടിപ്പു സുൽത്താൻ ഫ്രഞ്ച് വിപ്ലവങ്ങളുള്ള തൻ്റെ ആഭിമുഖ്യവും വിരോധവും പ്രകടമാക്കി. അതായത് ഈ ബ്രിട്ടീഷുകാരും ഫ്രാൻസുകാരും തമ്മിൽ എപ്പോഴും പ്രശ്നമാണ്. നമ്മൾ കർണാട്ടിക് യുദ്ധങ്ങളാണെന്ന് തോന്നുന്നു. കർണാട്ടിക് യുദ്ധങ്ങളൊക്കെ ബ്രിട്ടീഷും ഫ്രാൻസും തമ്മിലുള്ള ആ ഒരു പ്രശ്നമാണല്ലോ. നമ്മൾ സപ്തവത്സര യുദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ. അപ്പോൾ ഇവിടെ ബ്രിട്ടീഷുകാരുടെ എതിരായിരുന്നല്ലോ നമ്മുടെ ടിപ്പു സുൽത്താൻ. അപ്പോൾ ടിപ്പു സുൽത്താൻ ഫ്രഞ്ചിനെ അനുകൂലിച്ചുകൊണ്ട് ഫ്രാൻസിനെ അനുകൂലിച്ചുകൊണ്ട് ഇവിടെ സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ടു എന്നാണ് പറയുന്നത്. ആധുനിക ലോക ചരിത്രത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫ്രഞ്ച് വിപ്ലവം. ഫ്രാൻസിലെ സാധാരണക്കാരായ മധ്യവർഗം ചേർന്ന് തങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾക്കായി നടത്തിയ മുന്നേറ്റമായിരുന്നു ഇത്. ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച ആശയങ്ങൾ പിൽക്കാലത്തെ ലോകത്തെ മുഴുവൻ സ്വാധീനിക്കുകയുണ്ടായി. നമ്മുടെ ഭരണഘടനയിലെ സ്വാതന്ത്ര്യ സമത്വം ഇതൊക്കെ നമ്മൾ ഫ്രാൻസിൽ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇത്രയാണ് ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത്. ഈ ഫ്രഞ്ച് വിപ്ലവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നിങ്ങൾ 1789 ഫ്രഞ്ച് വിപ്ലവം നടന്നത്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ബാസ്റ്റൽ കോട്ടലിൻ്റെ പതനം, അതിലൂടെയാണ് ഫ്രഞ്ച് വിപ്ലവം തുടങ്ങുന്നത്. പിന്നെ ലൂയി 14 ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചു. ലൂയി 15 എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞു. ഇതിലില്ല, പക്ഷെ അതും കൂടെ പഠിച്ചു വെക്കുക. ലൂയി 16 കാലത്താണ് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത് എന്ന് പഠിക്കുക. പിന്നെ നമ്മൾ ആദ്യം ബാസ്റ്റൽ കോട്ടിൻ്റെ പതനം, അതിന് ശേഷം വന്നത് ഭീകരവാഴ്ചയാണ്, റോബ്സ്പിയർ. അതിന് ശേഷമാണ് യഥാർത്ഥത്തിലുള്ള നെപ്പോളിയൻ്റെ ഭരണം വന്നു. അതിനുശേഷം ഫ്രാൻസ് സ്വതന്ത്രമായിട്ട് ഉള്ള ഒരു സംഭവം വന്നു. ഇത് ജസ്റ്റ് ഒന്നുകൂടെ വായിക്കുക, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് ക്ലാസ് ഉപകാരപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.